കുറച്ച് ഭാഗങ്ങൾ വായിച്ചു. എനിക്കത് മുഴുവൻ വായിക്കാൻ വേണ്ടി നേരം ഉണ്ടായിരുന്നില്ല, ഞാൻ ജാഥയിലായിരുന്നു. പക്ഷെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. അല്ല, അതില് നിങ്ങള് ആ പുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ പുസ്തക പ്രകാശന ചടങ്ങ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കും. CPM വിരുദ്ധരുടെ ഒരു ഒത്തുചേരലായിട്ടാണ് പയ്യന്നൂരിൽ ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പൊ അത് പുസ്തക പ്രകാശനം ചെയ്തയാള് ജോസഫ് C. മാത്യു. അദ്ദേഹം അവിടുന്ന് പറയുന്നത് കേട്ടപ്പോ ഏതോ ഒരു പഴയകാല CPM-ന്റെ നേതാവ് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാർട്ടിയാകെ ഓൺ ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അയാൾക്ക് CPM-ഉമായിട്ട് ഒരു ബന്ധമില്ല. ഏതെങ്കിലും കാലത്ത് CPM-ന്റെ ഏതെങ്കിലും അയലത്തൂടെ മറ്റേ പോയോന്ന് എനിക്കറിയില്ല. CPM-ഉമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ജോസഫ് C. മാത്യു. ഞങ്ങളെ ഉപദേശിച്ചിട്ട് നന്നാക്കാൻ വേണ്ടി വരണ്ട, അയാളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. ജോസഫ് C. മാത്യു ഉൾപ്പെടെ പാർട്ടിയെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ആറമ്പിക്കാർ വരെയുള്ള CPM വിരുദ്ധരുടെ ഒരു സംഘവുമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോ CPIM പാർട്ടി വിരുദ്ധരുടെ സംഘവുമായി സംഘടിപ്പിച്ച ഈ പരിപാടി അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. അതില് ഈ ആളുകളൊക്കെ കഴിഞ്ഞ കാലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കി. ആ ജനകീയാസൂത്രണം സാമ്രാജ്യത്വ പദ്ധതിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായി നിലപാട് സ്വീകരിച്ച ചിലർ ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി. ഇന്നിപ്പോ 100% കുട്ടികളും പാസ്സാവുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ എല്ലാ വിഷയത്തിലും A+ നേടുന്ന കുട്ടികളായിട്ട് കുട്ടികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ നയം പണ്ട് പഠിക്കുന്ന ബൈഹാർട്ട് പഠിക്കുന്ന രീതിയല്ല ഇപ്പം സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയപ്പോൾ അത് നടപ്പിലാക്കിയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് സാമ്രാജ്യത്വ ഏജൻസി പണി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ചിലർ വലിയുണ്ട്. അപ്പൊ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, പരിഷ്കരണങ്ങൾ, ജനകീയമായ വളരെ വളരെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ചില ഇടപെടലുകൾ, ജനകീയാസൂത്രണം വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടലും തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനൊക്കെ എതിർത്ത് അതൊക്കെ സാമ്രാജ്യത്വ വിരുദ്ധ പദ്ധതിയാണ് എന്ന് പ്രചരിപ്പിച്ച ആളുകളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ലേബലിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ ലേബലാണ്. അത് ചാനലുകളിൽ ഇരിക്കുന്ന സമയത്ത് ഇടത് നിരീക്ഷകൻ എന്നൊക്കെ നിങ്ങൾ എഴുതി കാണിക്കും. അവരെല്ലാവരും അടിസ്ഥാനപരമായി പതിറ്റാണ്ടുകളായി CPM വിരുദ്ധരാണ്. ആ CPM വിരുദ്ധരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ആ പുസ്തകം ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കൂ. ആ പുസ്തകത്തിലുടനീളം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞതിനുള്ള ഏക ലക്ഷ്യം എന്താ? ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുക. TA മസൂദൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹത്തെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോടുള്ള പകമൂത്ത് അന്ധത ബാധിച്ച വിധത്തിലാണ് ആ പുസ്തകം വന്നിട്ടുള്ളത്. അതിൽ തുടക്കം മുതൽ നിങ്ങളൊന്ന് നോക്കിയട്ടെ. ഇപ്പൊ പാർട്ടിയുടെ കരിവള്ളൂർ ഏരിയ സമ്മേളനം, ആ ഏരിയ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പങ്കെടുത്ത ഒരാൾ ഞാനാണ്. ആ സമ്മേളനത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KP സഹദേവനും അതുപോലെ തന്നെ B. നാരായണൻ, C. കൃഷ്ണാട്ടൻ ഉൾപ്പെടെയുള്ള KP സഹദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അതിൽ പങ്കെടുത്തിരുന്നത്. ഞാനും അതിലുണ്ടായി. ആ സമ്മേളനത്തിൽ ഈ സാധാരണ 3 ടേമായിട്ടാകുമ്പം ഏരിയ സെക്രട്ടറിമാർ മാറണം. അപ്പോ പുതിയൊരു ഏരിയ സെക്രട്ടറി അവിടെ നിർദ്ദേശിക്കണം. നിർദ്ദേശിക്കുന്നത് സംബന്ധിച്ച് സാധാരണ നിലയിൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആർക്ക് വേണം നിർദ്ദേശിക്കാം. പക്ഷെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാറുമ്പോൾ ആ ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റി തന്നെ നിലനിൽക്കുമ്പോൾ സാധാരണ നിലയിൽ ഒരാളുടെ പേരങ്ങ് പറയും. ആ പേര് പറയുന്നതിന് മുമ്പേ TA മസൂദൻ ഞങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തിയിരുന്നു.
ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തി. അപ്പൊ ആ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ പേര് അവിടെ നിർദ്ദേശിച്ചത്. നിങ്ങൾ നോക്കൂ, എത്ര ഹീനമായ വിധത്തിലാണ് ആ സംഭവത്തെ ടി.എ. മധുസൂദനൻ എന്ന് പറയുന്ന മനുഷ്യനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും ആക്രമിക്കുന്നതിനും പകവെക്കുന്നതിനും അദ്ദേഹം ഇതിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പൊ കണക്കല്ല പ്രശ്നം, രക്തസാക്ഷി ഫണ്ട് നഷ്ടപ്പെടുന്നു എന്നതല്ല പ്രശ്നം, ധനരാജിന്റെ രക്തസാക്ഷിത്വമല്ല പ്രശ്നം, ആ കുടുംബമല്ല പ്രശ്നം. ഇങ്ങനെ വിവാദമുണ്ടാക്കിയിട്ട് ധനരാജിനെ കൊലപ്പെടുത്തിയ RSSകാർ രക്ഷപ്പെടുന്നുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നം എന്താ? ടി.എ. മധുസൂദനൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറോടുള്ള പക നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് ആ പുസ്തകം എന്ന് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. സംഭവിച്ചിരിക്കുന്ന എന്താ? മധുവിനോടുള്ള പക വളർന്ന് ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം പാർട്ടിയിൽ ഉന്നയിച്ചു. ആ ഉന്നയിച്ച കാര്യങ്ങള് മിക്കവാറും കാര്യങ്ങൾ പാർട്ടിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നില്ല. ചില കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം പറയുന്ന അതേപടി അക്ഷരം പ്രതി അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോ ആ ഏരിയ കമ്മിറ്റി 3 പേരെ ഓഡിറ്റർമാരായിട്ട് നിശ്ചയിച്ചു. ആ 3 പേരും സഹകരണ മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള 3 ഏരിയ പേരാണ്. അവർ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ്, സഹകരണ രംഗത്ത് റിട്ടയർ ചെയ്തവരാണ്. അദ്ദേഹം ഏരിയ സെക്രട്ടറിയായ കമ്മിറ്റിയാണ് അവരെ ചുമതലപ്പെടുത്തിയത്. ആ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കുകയാണ്. ഇദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതേ ഓഡിറ്റർമാർ പരിശോധിക്കുകയാണ്. ഓഡിറ്റർമാർ പരിശോധിച്ചിട്ട് ഓഡിറ്റർമാർ പറയുന്നു, വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പാകെ അവതരിപ്പിച്ച കണക്കല്ല ശരി. ഓഡിറ്റർമാര് അതിന്റെ ന്യൂനതകളും പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ വരവ് ചെലവ് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന, ഓരോ റെസീറ്റും ഓരോ വൗച്ചറും വെച്ച് പരിശോധന നടത്തി. ആ പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓഡിറ്റർമാര് തയ്യാറാക്കിയ ഒരു കണക്ക്, ആ കണക്ക് പാർട്ടിക്ക് മുമ്പിൽ വന്നു. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അത് അംഗീകരിച്ചു. അത് അദ്ദേഹത്തിന്റെ ഭാവനാവിലാസമാണ്, ഒരു അടിസ്ഥാനമില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ അങ്ങനെ 1 രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാവനാവിലാസം മാത്രമാണത്. അല്ല, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അതും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ? അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾ ചോദ്യമല്ല, കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞെന്താ? മാധ്യമങ്ങൾക്കല്ല, ഞാൻ 2 ചാനലുകളുടെ പേരെടുത്തിട്ട് തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യം ഏഷ്യാനെറ്റിന് മുമ്പിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാമത് പറഞ്ഞപ്പോൾ മനോരമയുടെ ആരോ ചോദിച്ച സമയത്ത് ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മുന്നിൽ അതെനിക്ക് അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? അത് വെളിപ്പെടുത്തില്ല, ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല, അത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ മതി. നിങ്ങളെന്താ മാധ്യമങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ? നിങ്ങൾ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ? നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ് തെറ്റിദ്ധരിക്കേണ്ടത്. വ്യക്തിപരമായിട്ടല്ല, നിങ്ങളൊക്കെ ഒരു വ്യത്യസ്ത മാധ്യമ സ്ഥാപനങ്ങളുടെ തൊഴിലാളികളാണ്, അതിലുള്ള പ്രൊഫഷണലുകളാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അത് നിങ്ങളിപ്പോ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ചോദിക്കുക, ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല റിപ്പോർട്ടറിൽ ചോദിക്കുമ്പോൾ ചോദിക്കുക. അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല. അത് നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ടാവും. അതെനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത്, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഏത് മാധ്യമ സ്ഥാപനത്തെയാണോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് അതിനെ മാത്രമേ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നുള്ളൂ. അല്ലാതെ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.